ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിലേക്ക് വിരുന്ന് വന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മോമോസ് ആണ്. അപ്പം ഞാൻ ഇന്നത് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിന്ന് എഗ് മോമോസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം, വെജ് ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഞാനിന്ന് എഗ്ഗാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് ഞാൻ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പം ഞാനിത് ഇവിടെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ കുഴക്കത്തില്ലേ, അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവണം. അപ്പം നമുക്ക് അതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് വെള്ളം തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണേ കുഴയ്ക്കാൻ. അപ്പോൾ ഗൈസ്, ഇത് ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ തടവി ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മണ്ടയിലിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മമൂസിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു 3 അല്ലി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, പിന്നെ ക്യാരറ്റും സവോളയും. ക്യാരറ്റ് ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള ഒരെണ്ണം ഫുള്ള് കുനാന്നരിയണം, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ക്യാബേജ് ഞാൻ ഒരു ചെറിയ കഷ്ണമാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മസാലയ്ക്കായിട്ട് ആവശ്യമുള്ളത്. പിന്നെ 2 എഗ്ഗും. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കിയാലോ. പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലോട്ട് ഞാനത് നമ്മുടെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, വെളുത്തുള്ളി ഇതും നമുക്ക് ഇളക്കി. ഇതിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയാണ് ഇടുന്നത്. ഇനി ഇതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് ഇളക്കി. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി അങ്ങനത്തെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി സോയാ സോസും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതേ ഗൈസ്, നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മാവൊന്ന് പരത്തിയെടുക്കാം. ഇതേ ഗൈസ്, നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സോഫ്റ്റ് ആയിട്ടുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. പരത്തിയെടുക്കാൻ എളുപ്പത്തിന് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഗായ്സ്, നമ്മളിത് എഡ്ജസൊക്കെ നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ ബൗള്, നമ്മളെ എഡ്ജസ് ഷാർപ്പായിട്ടുള്ള ഒരു ബൗൾ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഗായ്സ്, നമ്മളിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പരത്തി റൗണ്ട് ഇട്ട് വെച്ചതിനകത്തോട്ട് നമ്മുടെ മസാല ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ മടക്കി കൊടുക്കാം. മസാല ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിന്ന് മടക്കിയിട്ട് ഇതിൻ്റെ എഡ്ജസ് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആവി കയറ്റുമ്പം നമ്മുടെ മസാലയൊക്കെ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അതുപോലത്തെ മൊമോസിൻ്റെ റിയൽ ഷേപ്പ് ഇതാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡലിത്തട്ടയെ കയറ്റി ആവി കയറ്റണം. നമ്മുടെ മൊമോസ് നമുക്ക് ഇഡലിത്തട്ടയെ വെച്ച് വേവിക്കാം കേട്ടോ. വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ആവി കയറ്റിയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈഡ് മൊമോസ് ആവും. അപ്പോൾ നമുക്ക് അടച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഗായ്സ്, നമ്മളിതേ മൊമോസ് ഇവിടെ നമ്മളെ സക്സസ്ഫുള്ളി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.